നമസ്കാരം, ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം. ഇടുക്കി ജില്ലാ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ വാർഷിക സമ്മേളനം ഫെബ്രുവരി 16 നടക്കും. കേരള സംസ്ഥാന കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി CP മുരളി ഉദ്ഘാടനം നിർവഹിക്കും. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആയുർ ഗ്രീൻ. മണ്ണിനെ അറിഞ്ഞു വളം ചെയ്യൂ, മണ്ണു നമുക്ക് മനം നിറയെ വിളവ് തരും. നിർമ്മാണ മേഖലയിലെ സ്തംഭനാവസ്ഥ അടിയന്തരമായി സർക്കാർ ഇടപെട്ട് പരിഹരിക്കുക, പട്ടയഭൂമിയിലും അർഹതപ്പെട്ട കൈവശം ഭൂമിയിലും നിർമ്മാണം നടത്തുന്നതിനും സർക്കാർ ഇടപെടുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇടുക്കി ജില്ലാ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ വാർഷിക സമ്മേളനം നടത്തപ്പെടുന്നത്. കേരള സംസ്ഥാന കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി CP മുരളി ഉദ്ഘാടനം നിർവഹിക്കും. കട്ടപ്പന മലനാട് SNDP യൂണിയൻ ഹാളിൽ വെച്ച് സമ്മേളനം നടത്തപ്പെടും. വാഴൂർ സോമൻ MLA സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കും. ഇടുക്കി ജില്ലാ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയന്റെ വാർഷിക സമ്മേളനം 16-ാം തീയതി കട്ടപ്പനയിൽ വെച്ച് നടത്തുകയാണ്. ഈ സമ്മേളനത്തിനുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ജനുവരി 17-ാം തീയതി തിരുവനന്തപുരത്ത് 1,00,000 A-to-C തൊഴിലാളികളെ പങ്കെടുപ്പിച്ചുകൊണ്ടൊരു സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി. നമ്മുടെ കേരളത്തിലെ തൊഴിലാളികളുടെ വിവിധങ്ങളായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു മാർച്ചായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നമ്മൾ വീണ്ടും സമരരംഗത്തേക്ക് തന്നെ വരുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പം ഈ വരുന്ന മാസം 28-ാം തീയതി എല്ലാ കളക്ട്രേറ്റുകൾക്ക് മുമ്പിലേക്ക് മാർച്ച് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രധാന കാരണം, അതിനകത്തുള്ളത് എല്ലാ സംഘടനയുണ്ട്. CIT ഉണ്ട്, AHUC ഉണ്ട്, INTUC ഉണ്ട്, UTUC ഉണ്ട്. അങ്ങനെ എല്ലാ തൊഴിലാളികളെയും കൂടെ സഹകരിപ്പിച്ചുകൊണ്ടുള്ള ഒരു മാർച്ചാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ, എല്ലാ തൊഴിൽ മേഖലകളിലും തൊഴിലാളികളുടെ വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് ഗവൺമെൻറ് വേണ്ടത്ര ജാഗ്രത കാണിക്കുന്നില്ല. കാരണം ഇടതുപക്ഷ ഗവൺമെൻറ്റാണ് ഭരിക്കുന്നതെങ്കിലും ഈ ഗവൺമെൻറ്റിൻ്റെ ഇപ്പോൾ കൊണ്ടുവന്ന ബഡ്ജറ്റിൽ പോലും തൊഴിലാളികളായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് യാതൊരു പരിഹാരവും നിർദ്ദേശവും അതിനകത്തില്ല. കേരളത്തിലെ എല്ലാ വിഭാഗം തൊഴിലാളികളും ഇന്ന് സമരരംഗത്താണ്, എല്ലാ വിഭാഗവും. ഇപ്പം ഏറ്റവും ഒടുവിലായിട്ട് മത്സ്യത്തൊഴിലാളികൾ, പാചകത്തൊഴിലാളികളുടെയൊക്കെ സ്ഥിതി എന്ന് പറഞ്ഞാൽ വളരെ ദയനീയ സ്ഥിതിയാണ്. നിർമ്മാണ രംഗത്തെ തൊഴിലാളികളുടെ അതിരി ദയനീയമാണ്. ഇപ്പം വർഷങ്ങളായിട്ട് 16 വർഷത്തെ പെൻഷൻ കുടിശ്ശികയുണ്ട്. ഇപ്പം 16 മാസത്തെ വർഷമല്ല, മാസം 16 മാസത്തെ പെൻഷൻ കുടിശ്ശിക ഇപ്പം നിലനിൽക്കുകയാണ്. സംസ്ഥാന വെയർഹൌസിംഗ് കോർപ്പറേഷൻ ചെയർമാൻ P മുത്തുപാണ്ടി, AITUC ഇടുക്കി ജില്ലാ കൗൺസിൽ സെക്രട്ടറി GN ഗുരുനാഥൻ, AITUC സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം VR ബാലകൃഷ്ണൻ, CPI സൗത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KN കുമാരൻ, AITUC പീരുമേട് നിയോജക മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് PJ റെജി, ഇടുക്കി ജില്ലാ ഓൾ കേരള ലോട്ടറി ട്രേഡേഴ്സ് യൂണിയൻ പ്രസിഡന്റ് R വിനോദ്, ഇടുക്കി ജില്ലാ ഫോറസ്റ്റ് വർക്കേഴ്സ് യൂണിയൻ സെക്രട്ടറി സജി വേമ്പള്ളി, AITUC സംസ്ഥാന കമ്മിറ്റി അംഗം G മോഹനൻ, AITUC സംസ്ഥാന കമ്മിറ്റി അംഗം KK കുഞ്ഞുമോൻ, AITUC ജില്ലാ കൗൺസിൽ അംഗം KJ സ്കറിയ, AITUC ജില്ലാ കൗൺസിൽ അംഗം ജിത്ത് വെളുത്തെടുത്ത്, യൂണിയൻ വൈസ് പ്രസിഡന്റ് മറിയാമ്മ വർഗീസ്, യൂണിയൻ സെക്രട്ടറി സുമ തങ്കപ്പൻ, ശാന്തമ്മ തങ്കപ്പൻ, NC നാരായണൻ, KK സുശീലൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കും. AITUC ചെയർമാൻ TR ശശിധരൻ, AITUC സെക്രട്ടറി രഘു കുന്നുമുറം, AI ട്രഷറർ ലീലാമ്മ വിജയപ്പൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എടാ ജോൺസാ, ഇതിന്റെ ഏലക്കാടൊക്കെ എങ്ങനെ? എൻ്റെ അപ്പായിച്ചേട്ടാ, എന്തോ ഏലക്കാട്? നമ്മുടെ കഷ്ടപ്പാടിനൊത്ത് വിളവൊന്നുമില്ലെന്നേ. വളങ്ങളൊക്കെ മാറി മാറി ചെയ്തു. എവിടെ വിളവ് വേണേ നല്ല വളം വേണം ജോൺസാ, പക്ഷേ അത് മണ്ണിനെ കൊല്ലാതെ വേണം. അതെ അതെ, ഇപ്പോൾ ഉള്ളവർ കെമിക്കലെല്ലാം അടിച്ച് കയറ്റുമല്ലേ. പക്ഷേ അത് ശാശ്വതമല്ല ജോൺസാ. അല്ലേ, നീ സാനുമാഷിനോട് ചോദിക്കുക. ഞാൻ ഉപയോഗിക്കുന്നത് ധന്വന്തരി ആയുർവേദാശ്രമം നിർമ്മിക്കുന്ന ആയുർഗ്രീൻ്റെ ജൈവവളമാണ്. മണ്ണിനെ നോവിക്കാതെ വളം ചെയ്താ മണ്ണ് നമുക്ക് മനസ്സ് നിറയെ വിളവ് തരും. ആയുർഗ്രീൻ ഒന്ന് ഉപയോഗിച്ചു നോക്ക്, ഇതെന്റെ ഉറപ്പാ. അല്ല മാഷേ, ഇത് എവിടെ കിട്ടും? ഹൈറേഞ്ച് എസ്റ്റേറ്റ് എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഉടമസ്ഥതയിലുള്ള പുളിയൻമലയിലെ കർഷകന്റെ കടയിൽ കിട്ടും. ആയുർ ഗ്രീൻ. മണ്ണിനെ അറിഞ്ഞു വളം ചെയ്യൂ, മണ്ണു നമുക്ക് മനം നിറയെ വിളവ് തരും.